ഹലോ ഹലോ, നിങ്ങളുടെ അല്ലേ? ആനി നല്ല ആളാ. എന്താ ഫോൺ ചെയ്യാതിരുന്നത്? കൊള്ളാം. ഞാൻ എത്ര തവണ ട്രൈ ചെയ്തെന്നറിയോ? നിങ്ങളുടെ ലൈൻ എന്തോ തകരാറുണ്ട്. എപ്പോ വിളിച്ചാലും എൻഗേജ്. ഞാൻ വിചാരിച്ചു എന്നോടെന്തോ ദേഷ്യമാണെന്ന്. നല്ല കാര്യായി. ആനിയോട് ദേഷ്യപ്പെടാൻ എനിക്ക് ജമ്മത്ത് സാധിക്കില്ല. ഇപ്പോഴും ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയോ? ആ അതെ അതെ, ഇപ്പൊ ഓഫാ. വീട്ടിൽ തനിച്ച് നിന്നിട്ട് മഹാബോർ. ആനിയാണെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വെറുതെ ഒന്ന് പുറത്തിറങ്ങിയത്. കള്ളം. വെറുതെ പുറത്തിറങ്ങുന്നവരെങ്ങനെ ഇവിടെ എത്തുന്നത്? ഞാൻ വന്നത് എന്തിനാന്ന് പറഞ്ഞാ ആനി വിശ്വസിക്കില്ല. ആനിക്ക് എന്തെങ്കിലും ഒരു പ്രസന്റ് വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. എനിക്കെന്തിനാ പ്രസന്റ്? അന്ന് ആ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രസന്റാണ് ടോണിയുടെ സ്നേഹം. ഞാൻ ഭാഗ്യവാനാണ്. പഠിപ്പ് കഴിഞ്ഞ ഉടനെ എന്റെ കല്യാണം നടത്താൻ തിരക്കിട്ട ആലോചനകളായിരുന്നു ഡാഡി. മമ്മി ഇല്ലാത്തോണ്ട് ഉത്തരവാദിത്തം ഡാഡിക്കാണല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാന്ന്. ഭയങ്കര ധൈര്യം തന്നെ. ആളുകൾ ശ്രദ്ധിക്കുന്നെന്ന് തോന്നുന്നു. ആനി നടന്നോളൂ. എന്നെ എന്താ വീട്ടിലേക്ക് ക്ഷണിക്കാത്തെ? ഒരു ദിവസം ഞാൻ ക്ഷണിക്കും. അപ്പൊ വന്നാ മതി. ആളുകൾ നോക്കുന്നുണ്ട്. നമുക്ക് പുറത്തെവിടെങ്കിലും പോവാം. പുറത്തെവിടെ? ആളുകൾ അധികം ഇല്ലാത്തടത്ത്. ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ആള് വരും എന്ന് പറഞ്ഞാ വില്ലന് ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റൂ? ആള് പുറത്തെവിടെയോ നിൽപ്പുണ്ട്. എന്താ അയാളുടെ പേര്? ഞാൻ പോയി നോക്കാം. പേര് പപ്പൻ. വാസുദേവൻ. ടോണി. യോന്നേ, സെക്ടർ നമ്പർ 5 ഏതോ വീട്ടിലാണ് അവന്റെ താമസം. സാർ, ഏത് വീടാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് വീട് സെർച്ച് ചെയ്യണം. സാർ. ആരെയെങ്കിലും സംശയം തോന്നിയാൽ അവരെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറ. ഓക്കെ സാർ. കടപ്പുറത്ത് എത്തി പോലീസ്. എല്ലാ കുടിലുകളിലും നിങ്ങളെ തെരഞ്ഞു. അവസാനം അങ്ങാടിയിൽ അഹമ്മദ് ക പാർട്ടി ഓഫീസിൽ നിന്ന് കാര്യം പറഞ്ഞപ്പോഴാ പോലീസിന്റെ ശല്യം തീർന്നത്. നിങ്ങളെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഇപ്പൊ പേടിച്ച് ചത്തേനെ. ആരെ പേടിക്കാനാ ജമാലെ? എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. അഗതികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണെന്നാണ് മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യം പിടികിട്ടി. എന്താ? നിങ്ങൾ മുസ്ലിം തന്നെ. നബിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണോ? എങ്കിൽ ഭഗവത്ഗീതയിലെ 3-4 ശ്ലോകങ്ങൾ ചൊല്ലിത്തരട്ടെ. അല്ലോ വേണ്ട, അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. പോലീസ് ഇവിടെ പണിയെടുക്കുന്ന തള്ളിയല്ലത്. എടുത്തോട്ടൊക്കെ. ഇവിടെ എങ്ങനെ എത്തി? വേണോന്ന് വെച്ചാൽ എവിടെ എത്താൻ പറ്റത്ത്? ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? ആര്? എന്റെ മനസ്സ്. അതിശയം തന്നെ കേട്ടോ. ഒന്ന് കണ്ടെങ്കിലെന്ന് ഞാൻ വിചാരിച്ചേ ഉള്ളൂ. അതാണ് ഈ മനപ്പുറത്ത് എന്ന് പറയുന്നത്. ആനി എന്നെ കാണണമെന്ന് വിചാരിച്ചു, ഞാൻ വന്നു. ടോണി മുരളീധരൻ നായരെ അറിയോ? ഏത് മുരളീധരൻ നായരെ? കസ്റ്റംസിലെ. കസ്റ്റംസിലെ?
ഓ കസ്റ്റംസിലെ മുരളീധരൻ നായർ. അറിയാം. ഡാഡിയുടെ സുഹൃത്താ. ഞാൻ പിന്നെ എപ്പോഴും ഫീൽഡ് വർക്കിലാണല്ലോ. ഈ കള്ളക്കടത്തുകാരുടെ ശല്യം ഉണ്ടേ, അതുകൊണ്ട് എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ആനി നടന്നോളൂ. അല്ല, ഡാഡി ടോണിയെ പരിചയപ്പെടണം പറഞ്ഞിരിക്കുക. അയ്യോ, ഡാഡിയോടൊക്കെ എന്നെ പറ്റി പറഞ്ഞോ? എന്താ പേടിയുണ്ടോ? ഏയ് പേടിയൊന്നുമില്ല, പറഞ്ഞോന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. പറഞ്ഞു. ഇനി കാണുമ്പോ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിരിക്കുക എന്നോട്. അയ്യോ, അതൊക്കെ ഇനി ഒരു ദിവസം ആവാം. മാത്രമല്ല ഞാൻ ഒഫീഷ്യലായിട്ട് കുറച്ച് ബിസിയുമാണ്. ഒഴി വിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാം, എന്നിട്ട് വരാം. ഇപ്പൊ ഞാൻ മറ്റേ വാ. അല്ലെങ്കിൽ എന്തിനാ പിന്നീടാക്കുന്നത്? ഇപ്പൊ തന്നെ ഡാഡിയെ കണ്ടുകളെ. കയറിയ മലെ. വരൂ. പോണ്ട ഇത് ചതിയാ. ഈ പെണ്ണ് മനഃപൂർവ്വം നമ്മളെ ചതിക്കാൻ കൊണ്ടുവന്നിരിക്കുക. വരുന്നേ. വരുന്നിടത്ത് വെച്ച് കാണാം. നീ വാ. ഡാഡി, ഇതാണ് ഞാൻ പറഞ്ഞ ടോണി. ഹലോ. പള്ളിയിൽ വെച്ച് കണ്ടതാ. ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ വന്നത്. നന്നായി. ഞാനും ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇത് മിസ്റ്റർ മാത്യൂസ്, സിറ്റി പോലീസ് കമ്മീഷണർ. ഐ എം ടോണി ലൂയിസ്. ഇത് ജമാൽ. ഹലോ. മാത്യൂസ് എൻ്റെ കസിനാ. ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. ഞങ്ങൾ വന്നുകൊണ്ടല്ലോ. ഒരുപാട് ജോലിയുണ്ട്. നാട്ടിലെ കള്ളന്മാര് കൂടുമ്പോഴാണ് പോലീസുകാർക്ക് ജോലി കൂടുക. സത്യം, ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഓ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ. പോട്ടെ അനി, പിന്നെ കാണാം. ഇരിക്കും ടോണി. ഹലോ. ഹായ് ടോണി. ആനിയോട് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്നിട്ടാണോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പൊക്കളഞ്ഞത്? അവിടെ ഡാഡിയുടെ മുമ്പിൽ വെച്ച് എന്ത് സംസാരിക്കാനാ? മാത്രമല്ല ആ ജമാലിന് നല്ല സുഖമില്ലായിരുന്നു. എന്താ ഇത്ര കാര്യമായിട്ട് പറയാനുള്ളത്? പറയാം. നാളെ വൈകുന്നേരം ഫ്രീ ആവോ? ഒരു 5 മണിക്ക്. എവിടെ കാണാമെന്ന് ഞാൻ രാവിലെ വിളിച്ച് പറയാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ പറയാൻ ഇത്ര വിഷമം? ഇന്നലെ ടോണി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. ഡാഡിക്ക് ടോണി ശരിക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടുകൂടിയാണ് ഇനിയും തുറന്നു പറഞ്ഞില്ലെങ്കിൽ തെറ്റാവുമെന്ന് എനിക്ക് തോന്നിയത്. ഒരു പെൺകുട്ടി എന്നെ സ്നേഹിച്ചുകൂടാ. സ്നേഹിക്കപ്പെടാനുള്ള അർഹത എനിക്കില്ല. ടോണി എന്താ ഈ പറയുന്നത്? ടോണി എന്ന പേരെ എനിക്കറിയൂ. എനിക്കിനി ഒരുപാട് പേരുകളുണ്ട്. വാസുദേവൻ, പപ്പൻ, ശങ്കർ, രാമകൃഷ്ണൻ. അങ്ങനെ ഓരോ സന്ദർഭത്തിലും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ സ്വയം കൽപ്പിക്കുന്ന പേരുകൾ. അതിലൊന്നാണ് ടോണി. ഞാനൊരു കള്ളനാണ് അനി. സത്യം, ശരിക്കും ഒരു കള്ളൻ. ഈ വഴിയിൽ എത്തിപ്പെടുന്നവർക്ക് പറയാനുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ എനിക്കുമുണ്ട്. അനാഥത്വം, വഞ്ചന, ക്രൂരമായ ഒട്ടേറെ അനുഭവങ്ങൾ. പക്ഷെ അതൊന്നും ഇപ്പൊ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അന്ന് രാത്രി പോലീസിന്റെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴാണ് ആനിയുടെ ബെഡ്റൂമിൽ ഞാൻ എത്തിപ്പെട്ടത്. തൽക്കാലത്ത് രക്ഷയ്ക്ക് വേണ്ടി പറയാവുന്ന കള്ളങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പാവം ആനി അതൊക്കെ വിശ്വസിച്ചു. ഇനി ഇത് വളരാൻ അനുവദിച്ചുകൂടാ. കണ്ടുമുട്ടുമ്പോഴൊക്കെ ആനിയോട് സ്നേഹം കാണിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു പെൺകുട്ടിയുടെ സ്നേഹം അറിയാതെ എൻ്റെ മനസ്സ് ആഗ്രഹിച്ചിരിക്കും. ആനി നല്ല കുട്ടിയാണ്. സ്വഭാവ ഗുണവും സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനെ ഭർത്താവായി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഞാനുമായിട്ടുള്ള പരിചയം വെറും ഒരു കടങ്കഥയായിട്ട് കരുതിയാൽ മതി. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അവൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കാം. അമ്മ ഒരു കള്ളനെ പരിചയപ്പെട്ട കഥ. മുമ്പ് പറഞ്ഞ കള്ളങ്ങൾക്കും ഇപ്പൊ പറയുന്ന ഈ സത്യത്തിനും ആനി എനിക്ക് മാപ്പ് തരണം. ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം.